ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ SS ലോഗോസ് കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 കൊറിന്തോസ് 7-8 അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. പരീക്ഷ അടുത്തു, എല്ലാവരും നല്ലോണം പഠിക്കാൻ നോക്കണം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2 കൊറിന്തോസ് അധ്യായം 7 ആദ്യത്തെ ശീർഷകം, ഒരു ശീർഷകമുള്ളത്, ഏക ശീർഷകം ഏതാണ്? ഉത്തരം പശ്ചാത്താപത്തിൽ സന്തോഷം. 2 കൊറിന്തോസ് അധ്യായം 7 1-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പ്രിയപ്പെട്ടവരെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ്? ഉത്തരം കോറിന്തോസുകാരെ. 3 എന്ത് ഉള്ളതുകൊണ്ടാണ് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കാം എന്ന് പറയുന്നത്? ഉത്തരം ഈ വാഗ്ദാനങ്ങൾ. 4 ദൈവഭയത്തിൽ എന്ത് പരിപൂർണമാക്കാം എന്നാണ് പറയുന്നത്? ഉത്തരം വിശുദ്ധി. ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കാം എന്ന്. 5 എവിടെ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങളുടെ ഹൃദയത്തിൽ. 6 ഞങ്ങൾ ആരെയും എന്ത് ചെയ്തിട്ടില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല എന്ന്. 7 എന്തിനു വേണ്ടിയല്ല ഞാൻ ഇത് പറയുന്നത് എന്നാണ് 7:3 പറയുന്നത്? ഉത്തരം നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല എന്ന്. 8 നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി. 9 പൗലോസ്ലീഹയ്ക്ക് കോറിന്തോസുകാരിലുള്ള വിശ്വാസം എങ്ങനെയുള്ളതാണ്? ഉത്തരം ഉത്തമ വിശ്വാസം. 10 പൂരിപ്പിക്കാനാണ്. നിങ്ങളെക്കുറിച്ച് വലിയ ഡാഷ് ഉണ്ട്. ഉത്തരം അഭിമാനവും. നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവും ഉണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? കോറിന്തോസുകാരെക്കുറിച്ച്. 11 ക്ലേശങ്ങളിലെല്ലാം പൗലോസ്ലീഹ എപ്രകാരമാണ്? ഉത്തരം ആനന്ദപൂരിതനാണ്. 12 പൗലോസ്ലീഹ എവിടെ ചെന്നപ്പോഴാണ് ഒരു വിശ്രമവും ഇല്ലാതിരുന്നത്? ഉത്തരം മക്കദോനിയയിൽ ചെന്നപ്പോൾ. 13 സ്ലീഹായെ സദാ അലട്ടിക്കൊണ്ടിരുന്നത് എന്താണ്? ഉത്തരം ക്ലേശങ്ങൾ. 14 പൂരിപ്പിക്കാനാണ്. പുറമേ ഡാഷ് അകമേ ഡാഷ് 2 കൊറിന്തോസ് 7:5 പ്രകാരം പൂരിപ്പിക്കുവാൻ. ഉത്തരം പുറമേ മത്സരം, അകമേ ഭയം. 15 എങ്ങനെയുള്ള ദൈവമാണ് തീത്തോസിൻ്റെ സാന്നിധ്യം വഴി സ്ലീഹായ്ക്കും കൂട്ടർക്കും ആശ്വാസം നൽകിയത്? ഉത്തരം ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം. 16 ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് സ്ലീഹായ്ക്കും കൂട്ടർക്കും ആശ്വാസം നൽകിയത്? ഉത്തരം തീത്തോസിൻ്റെ സാന്നിധ്യം വഴി. 17 എന്ത് കേട്ടപ്പോഴാണ് പൗലോസ്ലീഹ അത്യധികം സന്തോഷിച്ചത്? ഉത്തരം കോറിന്തോസുകാർക്ക് പൗലോസ്ലീഹായോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും
തീഷ്ണതയെയും കുറിച്ച് തീത്തോസ് പറഞ്ഞത് കേട്ടപ്പോൾ. 18. ഏത് കാര്യത്തിലാണ് പൗലോസ്ലീഹായ്ക്ക് സങ്കടമില്ലാത്തത്? ഉത്തരം: എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്നതിൽ. 19. കോറിന്തോസുകാരെ പ്രതി സംതൃപ്തിയുണ്ടായത് ആർക്കാണ്? ഉത്തരം: തീത്തോസിന്. 20. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: തൻ്റെ എഴുത്ത് കുറച്ചു കാലത്തേക്കെങ്കിലും അവരെ ദുഃഖിപ്പിച്ചതുകൊണ്ട്. അവരെ എന്ന് പറഞ്ഞാൽ ആരാ? കോറിന്തോസുകാരെ. 21. ഇപ്പോൾ താൻ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: അവരുടെ ദുഃഖം അവരെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. 22. ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് പൗലോസ്ലീഹ പറയുവാനുള്ള കാരണം എന്താണ്? ഉത്തരം: നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരം ആയിരുന്നതുകൊണ്ട്. 23. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്താണ് ജനിപ്പിക്കുന്നത്? ഉത്തരം: രക്ഷാകരമായ പശ്ചാത്താപം. 24. മരണത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? ഉത്തരം: ലൗകികമായ ദുഃഖം. 25. ദൈവീകമായ ദുഃഖം എന്തെല്ലാമാണ് നിങ്ങളിൽ ഉളവാക്കിയിരിക്കുന്നത്? ഉത്തരം: ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കുവാനുള്ള താൽപ്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീഷ്ണതയും നീതിവാഞ്ചയും. 26. എല്ലാ പ്രകാരത്തിലും നിങ്ങൾ എന്താണ് തെളിയിച്ചിരിക്കുന്നത്? ഉത്തരം: നിർദോഷരാണെന്ന്. 27. ആരെയെല്ലാം പ്രതിയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയതെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല. 28. എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയത് എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: ഞങ്ങളോട് നിങ്ങൾക്കുള്ള താൽപ്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിന്. 29. ഞങ്ങളോട് നിങ്ങൾക്കുള്ള താൽപ്പര്യം എവിടെയാണ് വെളിപ്പെടേണ്ടത്? ഉത്തരം: ദൈവസന്നിധിയിൽ. 30. തീത്തോസിൻ്റെ മനസ്സിന് സന്തോഷമുണ്ടായത് എങ്ങനെയാണ്? ഉത്തരം: നിങ്ങളെല്ലാവരും ആശ്വാസമേകിയതിനാൽ. 31. എന്തിനെക്കുറിച്ച് സംസാരിച്ചു എന്നതിൽ എനിക്ക് ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങളെ പ്രശംസിച്ച് ഞാൻ സംസാരിച്ചു എന്നതിൽ. 32. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ തീത്തോസിനോട് ഞങ്ങൾ എന്തു പറഞ്ഞതാണ് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്? ഉത്തരം: തീത്തോസിനോട് ഞങ്ങൾ മേനി പറഞ്ഞത്. 33. ഭയത്തോടും വിറയലോടും കൂടി തീത്തോസിനെ സ്വീകരിച്ചത് ആരാണ്? ഉത്തരം: കോറിന്തോസുകാർ. 34. എപ്രകാരമാണ് കോറിന്തോസുകാർ തീത്തോസിനെ സ്വീകരിച്ചത്? ഉത്തരം: ഭയത്തോടും വിറയലോടും കൂടെ. 35. എന്തോർക്കുമ്പോഴാണ് തീത്തോസ് വികാരതരളിതനാകുന്നത്? ഉത്തരം:
നിങ്ങളുടെ അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ. 36 എന്തുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം, എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ. 37 2 കൊറിന്തോസ് അധ്യായം 8 എത്ര ശീർഷകങ്ങളുണ്ട്? ഏതെല്ലാം? ഉത്തരം, 2 ശീർഷകങ്ങൾ. 1 ഉദാരമായ ദാനം, 2 തീത്തോസും സഹകാരികളും. 38 2 കൊറിന്തോസ് 8:1 പൗലോസ്ലീഹ കൊറിന്തോസുകാരെ അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരമാണ്? ഉത്തരം, സഹോദരരെ എന്ന്. 39 എവിടെ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്നാണ് പൗലോസ്ലീഹ ആഗ്രഹിക്കുന്നത്? ഉത്തരം, മക്കദോനിയയിലെ സഭകളിൽ. 40 മക്കദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട എന്തിനെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്നാണ് പൗലോസ്ലീഹ ആഗ്രഹിക്കുന്നത്? ഉത്തരം, ദൈവകൃപയെക്കുറിച്ച്. 41 ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ എന്താണ് ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത്? ഉത്തരം, അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. 42 ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മക്കദോനിയക്കാരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും എന്തായിട്ടാണ് കരകവിഞ്ഞൊഴുകിയത്? ഉത്തരം, ഉദാരതയുടെ സമ്പത്തായിട്ട്. 43 മക്കദോനിയയിലെ സഭകളിലുള്ളവർ എങ്ങനെ ദാനം ചെയ്തുവെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കുമെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം, തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തുവെന്ന്. 44 മക്കദോനിയക്കാർ പൗലോസ്ലീഹായോട് തീവ്രമായി അപേക്ഷിച്ചത് എന്തായിരുന്നു? ഉത്തരം, വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗഭാക്കുകളാക്കണമെന്ന്. 45 ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. ഏത്? ഉത്തരം, വിശുദ്ധരെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യത്തിൽ പങ്കുകാരാക്കണമെന്നുള്ള മക്കദോനിയക്കാരുടെ തീവ്രമായ അപേക്ഷ. 46 മക്കദോനിയക്കാർ ആദ്യമേ തന്നെ തങ്ങളെ തന്നെ സമർപ്പിച്ചത് ആർക്കാണ്? ഉത്തരം, കർത്താവിനും ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്കും. 47 കൊറിന്തോസുകാരുടെ ഇടയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആരാണ്? ഉത്തരം, തീത്തോസ്. 48 എന്ത് പൂർത്തിയാക്കാനാണ് പൗലോസ്ലീഹ തീത്തോസിനോട് അഭ്യർത്ഥിച്ചത്? ഉത്തരം, കാരുണ്യ പ്രവർത്തനങ്ങൾ. 49 എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മികച്ചു നിൽക്കുന്നതുപോലെ മറ്റേത് കാര്യത്തിലും കൂടി മികച്ചു നിൽക്കുവാനാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം, കാരുണ്യ പ്രവർത്തനങ്ങളിലും കൂടി. 50 ഏതെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ മികച്ചു നിൽക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം, വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും. 51 മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ സ്ലീഹ എന്താണ് തെളിയിക്കുന്നത്? ഉത്തരം, നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന്. 52 നിങ്ങൾക്ക് എന്ത് അറിയാമല്ലോ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ.
53 സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായത് ആരാണ്? ഉത്തരം കർത്താവായ യേശുക്രിസ്തു. 54 യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുന്നതിന് വേണ്ടി. 55 ഏത് കാര്യമാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് പൗലോസ്ലീഹ ഉപദേശിക്കുന്നത്? ഉത്തരം 1 വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ കാര്യം. 56 നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് എന്തിലും പ്രകടിപ്പിക്കുവാനാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ എന്ന്. 57 ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ. 58 താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. ഡാഷ് കണക്കാക്കേണ്ടതില്ല, കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല. 59 എന്തല്ല ഞാൻ അർത്ഥമാക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നും അല്ല ഞാൻ അർത്ഥമാക്കുന്നത്. 60 നിങ്ങളുടെ കുറവുകൾ നികത്തപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം മറ്റുള്ളവരുടെ സമൃദ്ധിയിൽ നിന്ന്. 61 നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്നും എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം അവരുടെ കുറവ് നികത്തണം. 62 സമത്വം ഉണ്ടാകുന്നത് എപ്രകാരമാണ്? ഉത്തരം പരസ്പരം സമൃദ്ധിയിൽ നിന്നും കുറവ് നികത്തുമ്പോൾ. 63 അധികം സമ്പാദിച്ചവൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഉത്തരം ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല. 64 അല്പം സമ്പാദിച്ചവൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഉത്തരം ഒരു കുറവും ഉണ്ടായിരുന്നില്ല. 65 2 കൊറിന്തോസ് 8-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം തീത്തോസും സഹകാരികളും. 66 നിങ്ങളെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ താൽപ്പര്യം ആരുടെ ഹൃദയത്തിലാണ് ദൈവം ഉറപ്പിച്ചത്? ഉത്തരം തീത്തോസിൻ്റെ ഹൃദയത്തിൽ. 67 തീത്തോസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എങ്ങനെയാണ്? ഉത്തരം വളരെ ഉത്സാഹത്തോടെ സ്വമനസാലെ. 68 തീത്തോസിനോട് കൂടെ ആരെയാണ് കൊറിന്തോസുകാരുടെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരന്. 69 തീത്തോസിനോട് കൂടെ അയക്കപ്പെട്ട സഹോദരൻ ആരാൽ നിയോഗിക്കപ്പെട്ടവനാണ്? ഉത്തരം സഭകളാൽ നിയോഗിക്കപ്പെട്ടവൻ. 70 കാരുണ്യപ്രവൃത്തികളിൽ സഹകാരിയായി ഈ സഹോദരൻ നിയമിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം കർത്താവിൻ്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും വെളിപ്പെടേണ്ടതിന്. 71 ഉദാരമായ ഈ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾ എന്ത് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുന്നതിന്. 72
ഉദാരമായ ഈ ദാനം എന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്. 73. കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും ഞങ്ങൾ എന്താണ് ലക്ഷ്യമാക്കുന്നുള്ളൂ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ആദരണീയമായത്. കർത്താവിൻ്റെ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും ഞങ്ങൾ ആദരണീയമായത് മാത്രമേ ലക്ഷ്യമാക്കുന്നുള്ളൂ എന്ന്. 74. എങ്ങനെയുള്ള ഒരു സഹോദരനെ കൂടി ഞങ്ങൾ അവരോടൊത്ത് അയച്ചിട്ടുണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന് ഞങ്ങൾ പലതവണ പരീക്ഷിച്ചറിഞ്ഞ ഒരു സഹോദരന്. 75. ഇപ്പോൾ അവൻ പൂർവോപരി ഉത്സാഹിയാണ്. എന്തുകൊണ്ട്? ഉത്തരം നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം നിമിത്തം. 76. നിങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ് അവൻ. ആര്? ഉത്തരം തീത്തോസ്. 77. ഞങ്ങളുടെ സഹോദരന്മാർ ആരാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം സഭകളുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ്. 78. സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ എന്ന് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത് എന്താണ്? ഉത്തരം നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ്. ഇത്രയും ചോദ്യങ്ങളാണ് 2 കൊരിന്തോസ് 7, 8 അധ്യായങ്ങളിൽ നിന്നും എഴുതിയിട്ടുള്ളത്. നമുക്ക് നല്ലവണ്ണം പഠിക്കാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം, സഹായിക്കണം. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.